വെൽക്കം ടു മരിയൻ ആയുർവേദം. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് മുട്ടുവേദനയും ഷട്ടിൽ കളിക്കാർക്ക് ഉണ്ടാകുന്ന മുട്ടുവേദന. ഷട്ടിൽ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിന് വരുന്ന ഇഞ്ചുറീസ് അവരുടെ ഒരു കരിയർ, ഷട്ടിൽ കരിയറിന് അല്ലെങ്കിൽ ഒരു കളിയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ഷട്ടിൽ പ്രധാനമായിട്ടും മുട്ടുവേദനയ്ക്ക് കാരണമാകുന്ന അതിനുണ്ടാകുന്ന മസിൽ ഇഞ്ചുറീസ് ആണ്. ഈ മസിൽ ഇഞ്ചുറീസ് എങ്ങനെ ഉണ്ടാകുന്നെന്നും അത് എങ്ങനെ മനസ്സിലാക്കാമെന്നും അത് എങ്ങനെയൊക്കെ ചികിത്സിക്കാമെന്നുമൊക്കെയാണ് നാം ഈ ഒരു എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നിക്സനാണ്. നിക്സൺ ഞങ്ങളുടെ കൂടെ ഷട്ടിൽ കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിക്സനെ കഴിഞ്ഞ ദിവസം ഷട്ടിൽ കളിക്കുമ്പോഴാണ് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞത് കാൽവേദന കാരണം ഷട്ടിൽ കളി വേണോ വേണ്ടതെന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്താണ് നമ്മൾ ക്ലിനിക്കിലേക്ക് വന്നതും അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് നിക്സനൊന്ന് ഷെയർ ചെയ്യാമോ? അതായത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ കളിക്കുന്നത്, അപ്പുറത്തും കളിക്കുന്നത്. പക്ഷെ ഈ കാലിന്റെ പ്രശ്നം വന്നപ്പോ സാധാരണ ആൾക്കാർ പോണോണം ഇംഗ്ലീഷ് മരുന്നിന്റെ പിന്നാലെ പോവാണ്ട് അവിടെ തന്നെ ഞങ്ങളുടെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഡോക്ടർ ബോർഡ്. ഞാനിത് പറഞ്ഞപ്പോ ഇവിടെ വന്ന് എന്റെ കാലും ഇങ്ങനെ രണ്ട് സൈഡിലും പിടിച്ചു നോക്കിയപ്പോ അവിടെ ഇങ്ങനെ ഇഞ്ചുറി ഉണ്ട്. പക്ഷെ അത് പിടിച്ചു നോക്കി ഒരു 4-5 ദിവസത്തെ ഒഴിച്ചില് എന്റെ മുട്ടുവേദന ഫുള്ളായി പോയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഷട്ടിൽ കളിക്കുന്നുണ്ട്. അന്ന് ഞാൻ ഒരു 1.5 ആഴ്ച കളിക്കാണ്ട് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇതല്ല, വേറെ എക്സസൈസ് ഒന്നും ഞാൻ ചെയ്യില്ല. അപ്പൊ അങ്ങനെ അത് എനിക്ക് ഒരു 4-5 ദിവസത്തെ അത്രയും ഞാൻ ഒഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിടിച്ചു നോക്കി വേദന ഉണ്ടായിരുന്നത് 4-ാമത്തെ 5-ാമത്തെ ദിവസം അത് നമ്മൾ അതേ പിടുത്തോടെ പിടിച്ച സൈഡിൽ നോക്കിയപ്പോ വേദന ഉണ്ടായിരുന്നില്ല. അപ്പോ അതിന് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ധൈര്യമായിട്ട് ഇപ്പൊ കളിച്ചു തുടങ്ങി. ഇപ്പൊ 2 ആഴ്ചയായിട്ട് സുഖമായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ കിതപ്പിന്റെ അല്ലെ, ഹാർട്ടിന്റെ ഒരു പമ്പിങ് അല്ലെങ്കിൽ കിതപ്പ് മാറിയ ഒരു സാധനം അല്ലെ? കിതപ്പ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോ ബ്ലഡ് സർക്കുലേഷന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം എന്നുള്ളത് ഞങ്ങൾ സംസാരിച്ചപ്പോ അങ്ങനെ വരാന്നുകൊണ്ട് നമുക്കൊരു ഇതൊക്കെ തന്നു, അതിൻ്റെതായ ഒരു കഷായം പോലെ തന്നു. അത് ഭയങ്കര മാറ്റമുണ്ട്. അതിൽ മാറ്റം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഴയതെന്ന് പറഞ്ഞ ഒരു 2 ഗെയിം കഴിക്കുമ്പോ ഒരു കിതപ്പ് പോലെ ഫീൽ ചെയ്തിരുന്നു. ഇപ്പൊ അത് ഒരു 80-90% അത് മാറി. കളിക്കാൻ എനർജറ്റിക് ആയി. ഇപ്പൊ എനിക്ക് 51 വയസ്സായി. നമുക്കിപ്പോ ആ ഒരു 25-28-30 വയസ്സിൽ കളിച്ചു കൊടുക്കുന്ന എനർജി ഇപ്പൊ എനിക്ക് കിട്ടിയപ്പോ അത് ഒരുപക്ഷെ ഈ മസിൽ ശരിയായിട്ടും ഈ ട്രീറ്റ്മെന്റ് ഇപ്പം ഈ ഗുളിക അങ്ങനെ അതിനുള്ള ഗുളിക കഴിച്ചതിന്റെ ആണെന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഈ മസിൽ ഇഞ്ചുറി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ഷോൾഡർ മസിൽസിൽ വരുന്ന ഇഞ്ചുറീസ് ഒക്കെ നമ്മുടെ സ്മാഷിംഗ് പവറിന് ഇല്ലാണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഷോൾഡർ ഇഞ്ചുറി, കൈവേദന, സ്മാഷ് ചെയ്യുമ്പോൾ കൈവേദന കാരണം ഷട്ടിൽ കളി നിർത്തുന്നവര്, അതുപോലെ തന്നെ നമുക്ക് ചാടി ജമ്പ് ചെയ്ത് അടിക്കാൻ പറ്റില്ല, മുട്ടിന് പ്രശ്നം, മസിൽസിന്റെ ഇഞ്ചുറി ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഓടാൻ പറ്റില്ല. അതൊക്കെ പലർക്കും പല തരത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇതില്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെ വളരെ നിസാര ട്രീറ്റ്മെന്റ്, ഒന്നും വലിയ കാര്യമുള്ള ട്രീറ്റ്മെന്റ് ഒന്നും അല്ല, അങ്ങനെ എക്സ്പെൻസീവും അല്ല, ഒന്നും അല്ലാത്ത ചെറിയ ട്രീറ്റ്മെന്റ് കൊണ്ടൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത്, നേരത്തെ നിക്സൺ പറഞ്ഞതുപോലെ നമുക്കൊന്ന് മസിൽ തൊട്ട് നോക്കി അറിയാം. ഓരോ മസിൽ നമുക്ക് തൊട്ട് നോക്കി അറിയാം അവിടെ എവിടെയെങ്കിലും ആ മസിൽ ഫൈബറിന് ഇഞ്ചുറി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഓരോ മസിൽ നമുക്ക് കാണാപ്പാടാണ്. ഇതിന്റെ മസിൽ കംപ്ലൈന്റ് അത് ശരിയാക്കി മാറിയേ പറ്റൂ. അത് അത്ര ഉറപ്പാണ് നമുക്ക്. അത് ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല, കുറെ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും ഷട്ടിൽ കളിക്കുന്നവർക്ക് മുട്ടുവേദന ഉണ്ടാക്കുന്ന ഒരു മസിൽ എന്ന് പറയുന്നത് റെക്ടസ് ഫെമോറിസ് എന്ന് പറയുന്ന ഒരു മസിലാണ്. അത് തൈയുടെ മോൾഭാഗം തൊട്ട് തുടങ്ങി പെറ്റല്ലയുടെ അതിനൊക്കെ കവർ ചെയ്ത് പോകുന്ന പോലത്തെ ഒരു മസിലാണ്. ആ മസിലിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പുകൾ വെക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മസിലുകൾക്ക് വരുന്ന ഇഞ്ചുറീസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും മുട്ടുവേദനയ്ക്ക് കാരണമാവുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ സ്വയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മസിൽ, കാൽത്തൊടയുടെ മസിലുകളിൽ ഒന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ അല്ലാണ്ട് എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ തന്നെ ഒന്ന് വിരലുകൊണ്ടൊന്ന് പ്രഷർ ചെയ്ത് നോക്കിയാൽ തന്നെ ചില ഭാഗത്ത് വരുമ്പോൾ ഭയങ്കര പെയിൻ ഉണ്ടാവും. ഈ പെയിൻ ഉള്ളത് മസിൽ ഫൈബർ കൺട്രാക്ഷൻസ് ഒക്കെയാണ്. മസിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി നിൽക്കുകയാണ് ആ ഭാഗത്ത്. അപ്പോൾ അവിടെ ചുരുണ്ടുകൂടി നിൽക്കുമ്പോൾ തന്നെ അത് മുട്ടിലേക്ക് അതിൻ്റെ പ്രഷർ വരികയും മുട്ടിൻ്റെ മൂവ്മെന്റ്സ് വരുമ്പോൾ വലിയ വേദന ഉണ്ടാവുകയും ചെയ്യും. അത് സ്ഥിരമായി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ല് തേയ്മാനത്തിലേക്കും ഒക്കെ ലീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സൈഡിലെ മസിൽസ്, ബാക്ക് മസിൽസ്, ഇവിടെയൊക്കെ വരുന്ന മസിൽ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥകൾ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു മുട്ടുവേദന വരും എന്നുള്ളതാണ്. മുട്ടുവേദന വന്നാൽ ഓട്ടോമാറ്റിക്കലി ശരീരം ചെയ്യുന്ന അടുത്തൊരു പ്രവണത എന്ന് പറയുന്നത് അവിടെ നീര് വെക്കുക എന്നുള്ളതാണ്. അതായത് ശരീരം കാണിക്കുന്ന ആ ഒരു പറയുന്നത് ഇതാണ്, ഇനി അധികം കളിച്ചാൽ ചിരട്ടയ്ക്കോ അല്ലെങ്കിൽ കാർട്ടിലേജിനോ എല്ല് തേയ്മാനത്തിന് കാരണമാകുന്നതുകൊണ്ട് നീര് വെപ്പിക്കും. അപ്പോൾ ആദ്യം മസിൽ ഇഞ്ചുറി ഉണ്ടാകുന്നു, മസിൽ ഇഞ്ചുറി മെല്ലെ നീരിലേക്ക് കാരണമാകുന്നു.
അപ്പോൾ ഇത് രണ്ടും കൂടിയാകുമ്പോൾ വേദനയായി, പിന്നെ നമുക്ക് കളിക്കാൻ പറ്റാതെയാവുന്ന. എക്സർസൈസ് ചെയ്താലോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്താലോ ഒന്നും ഈ മസിലിന് വന്ന ഈ ഒരു കൺട്രാക്ഷൻസ് മാറില്ല. നമ്മൾ മാനുവലി കൈകൊണ്ട് തന്നെ ഈ മസിലിന്റെ ഒരു ഒറിജിനേറ്റ് ഇൻസേർഷൻ, അതായത് ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ പാൽപേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇന്ന ഭാഗത്താണ് മസിൽ കംപ്ലൈന്റ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മാനുവലി നമ്മൾ അത് കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ മസിൽ മുട്ട് ഫ്രീ ആവുന്നതും നമുക്ക് പിന്നെ സുഖമായിട്ട് കളിക്കാനൊക്കെ സാധിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല. നമുക്കത് കളിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വരാനും സാധ്യത. അത് നമ്മൾ രണ്ട് തരത്തിലാണ് ഇത് വരാൻ സാധ്യത. ഒന്ന് നമ്മൾ ബോഡി വാമല്ലാണ്ട് അത് ബോഡി ചൂടാവാതൊക്കെ കളിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അബ്നോർമൽ ഒരു മൂവ്മെന്റ്സ് നമ്മുടെ ഷട്ടിലിന്റെ കളിക്കുമ്പോൾ ഉണ്ടാവുക. ഇതിലൂടെയൊക്കെയാണ് മുട്ടിലേക്ക് ഇഞ്ചുറി ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നിസ്സാരമായിട്ട് പരിഹരിക്കാം. വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, ഇതിന് വലിയ ചിലവുള്ള ചികിത്സകളും അല്ല, വളരെ നിസ്സാരമായിട്ട് നമുക്ക് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് ഈ മസിൽ ഇഞ്ചുറികൾ. നമുക്ക് കൈകൊണ്ട് തന്നെ അനാട്ടമിക്കൽ ഒരു പരിചയം വേണം, ഡോക്ടർക്ക് നല്ലൊരു അനുഭവം പരിചയം വേണം. ഓരോ മസിലും നമ്മളിപ്പോൾ അറിയാം, കാലിന്റെ മസിൽസ് ആണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മസിൽസ്. ചിലത് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്, ചിലത് ഉള്ളിലൂടെ ചെരിഞ്ഞു പോകുന്നതുണ്ട്, ചിലത് സൈഡിൽ മാത്രമുള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് ലെയറുകളായിട്ടാണ് കാലിന്റെ തുടയുടെ മസിൽസ് ഒക്കെ ഇരിക്കുന്നത്. അതൊരു അനാട്ടമി നല്ല പരിചയമുള്ള ഒരു ഡോക്ടറെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പരിധി വരെ മുട്ടിന്റെ കാർട്ടിലേജ് മുഴുവൻ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുട്ടുവേദന കാരണം ഷട്ടിലുകൾ നിർത്തേണ്ടി വരില്ല. നമുക്ക് ശരിക്കും അതിന് ശരിയായിട്ടുള്ള ചികിത്സ കിട്ടിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കളിയിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.